നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹൈക്കോടതി ജഡ്ജി PV ആശയ്ക്ക് തൃപ്പയാറിൽ പൗരസ്വീകരണം. കയ്പമംഗലം ഗ്രാമദീപം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും യുവശാസ്ത്രജ്ഞയെയും അനുമോദിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU AITUC കയ്പമംഗലം മണ്ഡലം സമ്മേളനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പുതിയതായി നിയമിക്കപ്പെട്ട ഹൈക്കോടതി ജഡ്ജി PV ആശയ്ക്ക് തൃപ്പയാറിൽ പൗരാവലി സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. TSGA സ്റ്റേഡിയത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. ജുഡീഷ്യറിയിൽ സ്ത്രീകളുടേതായിട്ടുള്ള പ്രാതിനിധ്യം കൂടുതൽ ഉണ്ടാകേണ്ടതാണ്. സ്ത്രീകൾ ഈ രംഗത്ത് കടന്നു വരണമെങ്കിൽ നമുക്കറിയാം ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഹൈക്കോടതി ജഡ്ജിയൊക്കെ ആകണമെങ്കിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമ രംഗത്ത് വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ പ്രാക്ടീസ് ആരംഭിച്ച കാലഘട്ടം മുതൽ ഇത് തന്നെ ജീവിതചര്യയായി മാറ്റിയെടുക്കുന്നവർക്ക് മാത്രമേ ഈ തലത്തിൽ വളർന്നു വരാൻ കഴിയുകയുള്ളൂ. കഠിനാധ്വാനം, കഠിനമായ പരിശ്രമം, അതാണ് ഏറ്റവും സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. ഗീതാ ഗോപി MLA നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാരം സമർപ്പിച്ചു. CN ജയദേവൻ MP മുഖ്യ പ്രഭാഷണം നടത്തി. CKG വൈദ്യർ, ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് KB രണേന്ദ്രനാഥ് എന്നിവരും മുഖ്യ അതിഥികളായിരുന്നു. KV പീതാംബരൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, CA മുഹമ്മദ് റഷീദ്, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU AITUC കയ്പമംഗലം മണ്ഡലം സമ്മേളനം കയ്പമംഗലം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗം എന്ന നിലയിൽ ഇന്ന് ഏറ്റവും അധികം ജനങ്ങൾക്ക് ഉപജീവനമാർഗം നൽകുന്നത് കാർഷിക വൃത്തിയിലൂടെയാണ്. ഇന്ത്യയിൽ അങ്ങനെയാണ്. ഇന്ത്യയിലെ കണക്ക് പറയുന്നത് 80% വരുന്ന ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉപജീവനമാർഗം നേടിക്കൊണ്ടിരിക്കുന്നവരാണ്. കേരളം പരിപൂർണമായിട്ട് ഒരു കാർഷിക സംസ്ഥാനമാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് കാർഷിക മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും കാർഷിക മേഖലയിൽ നമ്മുടെ കേരളം വലിയ തളർച്ചയാണ് വരുന്നത്. നെൽകൃഷി നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നിയോജകമണ്ഡലത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ നെൽകൃഷി നടത്തുന്ന ഏക സ്ഥലം എടത്തുരുത്തി പഞ്ചായത്താണ്. വേറൊരു സ്ഥലത്ത് നെൽകൃഷിയില്ല. ആ സ്ഥലങ്ങളെല്ലാം നിരത്തി കഴിഞ്ഞിരിക്കുകയാണ്. നെല്ല് ഉത്പാദിപ്പിക്കുന്ന നെൽകൃഷിയുടെ വിസ്തൃതി കൊടുക്കും. 10 ലക്ഷത്തിലധികം ഹെക്ടർ ഉണ്ടായിരുന്ന നെൽകൃഷി 2.25 ലക്ഷം ഹെക്ടറായി ചുരുങ്ങി നമ്മുടെ സംസ്ഥാനത്ത്. അപ്പൊ 1/5 നമ്മുടെ സംസ്ഥാനത്തിലെ നെൽകൃഷി ഒരു 10-40 കൊല്ലം കൊണ്ട് ചുരുങ്ങി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആ നെൽകൃഷി മേഖലയിൽ തളർച്ചയുണ്ടായിരുന്ന കാര്യം നമുക്ക് ഊഹിക്കാൻ പറ്റും. തെങ്ങിന്റെ ഉത്പാദനക്ഷമത കുറഞ്ഞു. നാളികേരത്തിന്റെ ഉത്പാദനം ഒരു 10 കൊല്ലം കൊണ്ട് വലിയ തോതിൽ ഇടിവ് സംഭവിച്ചു. സെക്രട്ടറി KC ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. CC മുകുന്ദൻ, EK സിദ്ധാർത്ഥൻ, PV മോഹനൻ, KM ഭാസ്കരൻ, VR ഷൈൻ, VB ബാബിൻ, PM നൂറുദ്ദീൻ എന്നിവരും സംസാരിച്ചു. കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 16ാമത് ഉറൂസ് മുബാറക്ക് വിവിധ പരിപാടികളോടെ നടത്തി. ഇതോടനുബന്ധിച്ച് രാവിലെ മക്കാം സിയാറത്ത്, ഹത്തം ദുആ, അന്നദാനം എന്നിവ ഉണ്ടായിരുന്നു. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി, ഫസൽ തങ്ങൾ, KSIK തങ്ങൾ എന്നിവ മക്കാം സിയാറത്തിനും ഹത്തം ദുആയ്ക്കും നേതൃത്വം നൽകി. ഉറപ്പും ഗ്യാരണ്ടിയും ആരുടെ സംരക്ഷണത്തിനാണ്? അള്ളാഹുവിന്റെ സംരക്ഷണത്തിനാണ്. ആ അള്ളാഹു ആരുടെ സംരക്ഷണം ഏറ്റെടുത്തോ അവരെ ഒരു പോറലേൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. നാം റബ്ബിനോട് ചോദിക്കുന്നു, അള്ളാഹുവേ, നീ സംരക്ഷണം ഏറ്റെടുത്തവരോട് കൂടെ ഞങ്ങളെ സംരക്ഷണവും നീ ഏറ്റെടുക്കണം. നോക്കൂ നിങ്ങൾ, ഇവിടെ അള്ളാഹു അല്ലാത്ത മറ്റ് ഭൗതിക മാർഗങ്ങളിലുള്ള ഏത് സംരക്ഷണം ആര് ഏർപ്പെടുത്തിയാലും അതിനൊന്നും യാതൊരു നിലനിൽപ്പുമില്ല. അതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയില്ലേ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ചേരിചേരാ രാഷ്ട്രങ്ങളുടെ ചെയർമാനായിരുന്ന ഇന്ദിരാഗാന്ധി
ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടത് ആരുടെ കൈകൊണ്ടാണ്? ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തെങ്കിലേ ഒരു മനുഷ്യൻ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ ഭൗതികമായ സംവിധാനങ്ങളിലൂടെ എത്ര നല്ല സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തിയാലും അതിനൊന്നും യാതൊരു ഗ്യാരണ്ടിയുമില്ല. വെട്ടത്തൂർ അലി മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. സിദ്ദിഖ് ഹസനി, മൊയ്തീൻകുട്ടി അസ്ഹരി, ഇല്യാസ് അസ്ഹരി, മുസ്തഫ സക്കാഫി എന്നിവരും സംസാരിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം PSK മൊയ്തു ബാഖവി ഉദ്ഘാടനം ചെയ്തു. CA മുഹമ്മദ് ഫൈസി മുഖ്യ പ്രഭാഷണം നടത്തി. സയ്യിദ് ബയാർ തങ്ങൾ ദുആക്ക് നേതൃത്വം നൽകി. പട്ടികജാതി ക്ഷേമസമിതി എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റി കൺവെൻഷനും അംഗത്വ വിതരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന യോഗവും സംഘടിപ്പിച്ചു. KC കാളിക്കുടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന കൺവെൻഷൻ PKS സംസ്ഥാന കമ്മിറ്റി അംഗം KD ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. PKS ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് PV സുരേന്ദ്രൻ അധ്യക്ഷനായി. KA വിശ്വംഭരൻ മെമ്പർഷിപ്പ് വിതരണം നടത്തി. പ്രൊഫസർ KU അരുണൻ, AV സതീഷ്, KG സുഖദേവ്, KS ഷനിത്തോ, KK കൊച്ചുമോൻ, CN അജോയ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. അംഗീകാരം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശസ്തി നേടുന്നു എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല. നമുക്ക് ചുറ്റുപാടുമുള്ള സമൂഹം നമ്മുടെ വിജയത്തെ അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് പ്രോത്സാഹനം നൽകുന്നു. ഈ വിജയം ഇനിയുള്ള നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കട്ടെ എന്നവർ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. എനിക്കൊരിക്കൽ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ 9ാം ക്ലാസ്സിൽ വെച്ച് ഒരു സ്കോളർഷിപ്പ് കിട്ടി. പഠിപ്പിച്ച അധ്യാപകൻ വളരെ പാവപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു. അന്നത്തെ സ്കോളർഷിപ്പ് തുക ചെറിയൊരു തുകയാണ്. അന്ന് ആ അധ്യാപകൻ പറഞ്ഞത്, നിങ്ങളുടെ മിടുക്കുകൊണ്ടാണ് നിങ്ങൾ ഉന്നത വിജയം നേടുന്നത്. അധ്യാപകർക്ക് അതിൽ പങ്ക് എന്ന് പറയുന്നത് വളരെ ചെറിയ പങ്കാണ്. ഒരു പുഴയിലേക്ക് കടവിൽ കിടക്കുന്ന ഒരു തോണി ഉന്തി ആ പുഴയിലേക്ക് ഇറക്കുന്നു. ആ ഒരു റോളാണ് അധ്യാപകൻ ചെയ്യുന്നത്. കൈപ്പമംഗലം ഗ്രാമദീപം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും വായനശാലയുടെ മുൻകാല പ്രവർത്തക സയന്റിസ്റ്റ് കുമാരി KJ രേഷ്മയ്ക്കും സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രം എന്ന നിലയിലാണ്. അങ്ങനെ ഒരു കേന്ദ്രം ഒരു ഗ്രാമപ്രദേശത്തുണ്ടെങ്കിൽ ആ ഗ്രാമപ്രദേശത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള മുഖച്ഛായ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ഈ ഗ്രാമദീപ വായനശാല തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ന് നമ്മൾ ആദരിക്കുന്ന 2 കുട്ടികളെ പറ്റി, ഇവിടെ ഈ ലൈബ്രറി സജീവമായ 2 കുട്ടികളെ പറ്റിയാണ് സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചത്. അതിലൊന്ന് കുമാരി രേഷ്മ ഇപ്പോൾ PhD അടക്കമുള്ള ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നല്ല ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നല്ല, നമ്മുടെ നാട്ടുപുറത്തുള്ള സ്കൂളിൽ പഠിച്ചിട്ടാണ് ഈ വിജയം നേടിയത്. അത് ലൈബ്രറിക്ക് മാത്രമല്ല, നമുക്ക് പൊതുവായി പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഒരു ഉത്തമമായിട്ടുള്ള ഉദാഹരണവും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു അഭിമാനമായ ഉദാഹരണമാണ്. കാരണം പലപ്പോഴും ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനോടും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളോടും ഒക്കെ തന്നെ അമിതമായിട്ടുള്ള ഭ്രമം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു അധ്യക്ഷയായി. പൊതുവിദ്യാഭ്യാസം ലക്ഷ്യങ്ങളും നേട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് TK മീരാഭായി ക്ലാസ് എടുത്തു. വായനശാല പ്രസിഡന്റ് KK വാസുദേവൻ, സെക്രട്ടറി PN ദേവിപ്രസാദ് തുടങ്ങിയവരും സംസാരിച്ചു. SNDP യോഗം ചൂലൂർ ശാഖയും യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും നടത്തി. ചുലൂർ ALP സ്കൂളിൽ നടന്ന സംഗമം SNDP നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അതൊരു ഗുരുവിന്റെ കൃപാകടാക്ഷം തന്നെ എന്ന് പറയാം. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഈ 2 പുസ്തക വിതരണത്തിന്റെ പരിപാടിക്കായി എനിക്ക് കിട്ടിയെന്ന് പറയും. അപ്പോൾ ചൂലൂർ ശാഖയെ പറ്റി പറയുന്ന വെച്ചാൽ, കാരണം ഒരു ചെറിയ ശാഖയാണെങ്കിലും എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടും ഒരു അനുഗ്രഹീതമാണ് ഈ ചൂലൂർ ശാഖ എന്ന് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. SNDP യോഗം ചൂലൂർ ശാഖ പ്രസിഡന്റ് PM ഉണ്ണി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൗൺസിലർ പ്രകാശ് കടവിൽ, യൂത്ത് മൂവ്മെന്റ് നാട്ടിക യൂണിയൻ പ്രസിഡന്റ് പ്രശാന്ത് മേനോത്ത്, AJ ദിനേശ്, സുദർശനൻ ചെറുമുളങ്ങാട്, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, ചന്ദ്രിക മംഗളാനന്ദൻ, ജിജിൻ മച്ചിങ്ങൽ എന്നിവരും സംസാരിച്ചു. ഇടവേള.